ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് കുളുംബ്സ് ലോ. കുളുംബ്സ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾ ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഐദർ ഇറ്റ് റിപ്പൽ ഓർ അട്രാക്ട്. സോ ഇഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മെഷർ ചെയ്യുവാനുള്ള ദ ഫോർമുലയാണ് എന്ത് കുളുംബ്സ് ലോ, അല്ലെങ്കിൽ ദ ലോ ആണ് കുളുംബ്സ് ലോ. സോ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് കുളുംബ്സ് ലോ. ഓക്കെ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് two charges are separated by a given distance, then the force experienced in between these two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. The force between two charges is directly proportional to the product of charges and inversely proportional to the square of the distance between them. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ ഇത് ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ്റെ അതേ ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇഫ് ടു masses are separated by a given definite distance, then the gravitational force experienced in between them if directly proportional to the product of the masses and inversely proportional to the square of the distance between them. സിമിലർ ഫോം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ മാസിന് പകരം ഇവിടെ ചാർജ് വന്നു എന്ന് മാത്രം, ബാക്കിയൊക്കെ സെയിം ആണ്. ആൻഡ് ദ മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ ശരിക്കും അതിനെ ഇതായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ വെക്ടർ ഫോമിലായിട്ട് എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം. കാരണം അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ആറിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ സ്കെയിലർ ഫോം ആയിട്ടാണ് എഴുതുള്ളൂ, നമ്മൾ അതിൻ്റെ വെക്ടർ ഫോം ആയിട്ടല്ല എഴുതുക. പക്ഷേ ഇവിടെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും വരും. ബിക്കോസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, attraction and repulsion. So consider two charges Q1 and Q2 coulombs separated by a distance r. Then F directly proportional to the product of the charges Q1 into Q2. F ഞാനിവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ ആദ്യം പറയുന്നുള്ളൂ. F inversely proportional to എന്ന് വെച്ചാൽ directly proportional to 1 by എന്നിട്ട് മതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഈ രണ്ടെണ്ണം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, കമ്പൈനിങ് ദീസ് ടു, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? F ഈക്വൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നോട്ട് ഈക്വൽ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ F ഈക്വൽ ടു K into Q1 Q2 by R square. Here K equal to 1 divided by 4 pi epsilon 0 എന്നുള്ളൊരു സാധനമാണ് ഇവിടെ K ആയിട്ട് വന്നിരിക്കുന്നത്. സോ F ഈക്വൽ ടു 1 by 4 pi epsilon 0 Q1 Q2 divided by R square. 1 by 4 pi epsilon 0 Q1 Q2 divided by R square. ഇതാണ് ഈ ഇക്വേഷൻ്റെ, ഈ ലോയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ 1/4 പൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ശ്രദ്ധിക്കണം, ഇവിടെ എപ്സിലോൺ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചില കേസിൽ വരുമ്പോൾ എപ്സിലോൺ ആയിട്ട് വരും. അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു മീഡിയത്തിനുള്ളിലായിരിക്കും ഫീൽ ചെയ്യേണ്ടതായിരിക്കുക. അപ്പോൾ ഈ രണ്ട് ചാർജുകൾ നമ്മൾ വാക്വത്തിലായിരിക്കുന്നു വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ആ വാക്വത്തിൽ എത്രമാത്രം ആ ഫോഴ്സിനെ അത് എൻ്റർടൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ കടത്തിവിടുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അതിനെ പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എപ്സിലോൺ സീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്സിലോൺ സീറോൻ്റെ വാല്യൂ കൂടുന്തോറും ഈ പെർമിറ്റിവിറ്റി കുറയും. അതായത് ഈ ഈ ഫോഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും. സോ ഒരു മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്തോറും ഈ രണ്ട് ചാർജുകൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യും, അതായത് സെയിം ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ രണ്ട് ചാർജുകൾ 1 കുളുംബ് ആൻഡ് 2 കുളുംബ് ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അത് വാക്വത്തിൽ വെക്കുമ്പോൾ സ്ട്രോങ് ഫോഴ്സ് ആയിരിക്കും, ബിക്കോസ് ദർ ഇസ് നോ മീഡിയം ടു ഡിസ്റ്റർബ് ദിസ് ഫോഴ്സ്. ബട്ട് when we place these two charges at the same distance in another medium which is denser than vacuum have no density at all. വാക്വത്തിനേക്കാളും ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ വെക്കുമ്പോൾ what will happen, the force will decrease. ഒന്നും കൂടി ഡെൻസിറ്റി കൂടിയത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഡിക്രീസ് ചെയ്യും. So as the density increases, the permittivity increases and the force decreases. അങ്ങനെയാണ് വരിക. ആൻഡ് എപ്സിലോൺ സീറോ എന്നൊരു വാല്യൂ ഉണ്ട്. എപ്സിലോൺ സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.854 into 10⁻⁻12 കൂളും ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ റൈസ് ടു -2. എപ്സിലോൺ സീറോൻ്റെ വാല്യൂ ഒന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഈ 1 ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ സീറോ 1/4 into 3.14 into 8.854 into 10⁻12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി, നോട്ട് ഈക്വൽ എന്ന് ഞാൻ പറയില്ല, അപ്രോക്സിമേറ്റ്ലി ആണ് 9 into 10⁻9 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, 9 into 10⁻9 ആണ് കിട്ടുക. സോ ഇതിൽ ഈ 1/4π എപ്സിലോൺ സീറോന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്സിലോൺ സീറോ ആണെങ്കിൽ മാത്രം എപ്സിലോൺ മീഡിയം മാറിക്കഴിഞ്ഞാൽ ഈ വാല്യൂ മാറും. വാക്വത്തിൻ്റെ കേസിലാണെങ്കിൽ 9 into 10⁻9 എന്നാണ് വരിക. സോ ഇതാണ് കുളുംബ്സ് ലോയിൻ്റെ. വേണമെങ്കിൽ ഇതിനെ എഫ് വാക്വം എന്ന് എഴുതാം. ഇതിൻ്റെ വെക്റ്റർ ഫോമായിട്ട് എഴുതുമ്പോൾ നമുക്ക് എഫ് വാക്വം ഈക്വൽ ടു 1/4π എപ്സിലോൺ സീറോ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്നെഴുതാം. ആർ ക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലോ. അത് നമ്മൾ നോക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഈ ചാർജിനെ വെച്ചിട്ടാണ് നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവും കൂടി നമ്മൾ നോക്കണം. ഈ ചാർജിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജും പോസിറ്റീവ് ആണെങ്കിൽ ആ ഫോഴ്സ് അങ്ങോട്ടേക്കായിരിക്കും വരിക, കാരണം റിപ്പൾഷൻ ആയിരിക്കും. ഈ ചാർജിനെ വെച്ച് നോക്കുമ്പോൾ ഇത് പോസിറ്റീവും അത് നെഗറ്റീവും ആണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് വരിക, അട്രാക്ഷൻ. സോ ആർ ക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷൻ മാത്രം മെയിൻ ചെയ്യണുള്ളൂ, അല്ലാണ്ട് നമ്മളതിനെ പേടിപ്പിക്കാനുള്ള ഒരാളും അല്ല ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത് മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കുളുംബ്സ് ലോയിൻ്റെ ഇക്വേഷൻ. ചാർജിൻ്റെ യൂണിറ്റ് ആണല്ലോ കുളുംബ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ദ എക്സ്പ്രഷൻ ഫോർ 1 കുളുംബ്. ഒരു കുളുംബിനെ കുറിച്ചുള്ള അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് തരാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കുളുംബ് ഇഫ് എ ചാർജ് അങ്ങനെ പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. സോ അതിന് ഈ കുളുംബ്സ് ലോയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ആ എക്സ്പ്രഷൻ നമ്മൾ പറയണം. ഇപ്പോൾ നമുക്കറിയാം എഫ് വാക്വം എന്ന് തന്നെ എഴുതാം. വാക്വത്തിൻ്റെ കേസിലാണ് നമ്മൾ എപ്സിലോൺ സീറോ എഴുതുന്നത്, അതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചാർജൊക്കെ വാക്വത്തിലാണെന്നിരിക്കട്ടെ. എഫ് വാക്വം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ സീറോ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്ക് കുളുംബിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് അറിയേണ്ടത്. കുളുംബ് എന്താണ്? ചാർജിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ Q1 Q2 ആണല്ലോ ചാർജുകൾ, അവരേനെ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിനെ മൊത്തം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q1 ഉം Q2 മാറും. 1/4π എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. Q1 ഉം Q2 ഉം ആറും നമ്മൾ എന്താക്കുക, യൂണിറ്റ് ആക്കുക. യൂണിറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ 1 ആക്കുക, മാഗ്നിറ്റ്യൂഡ് 1 ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു 1 കുളുംബ്. Q1 ഉം Q2 ഉം 1 കുളുംബാണെന്നിരിക്കട്ടെ. R ഈക്വൽ ടു 1 മീറ്റർ. ഈ രണ്ട് ചാർജുകളും വാക്വത്തിൽ വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകളും ഓരോ കുളുംബ് വെച്ചിട്ട് അതിനിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ what will be F vacuum? That is equal to 1/4π epsilon 0 into 1 into 1 by 1 square. That is equal to 1/4π epsilon 0. That is equal to 9 into 10⁻⁹. 1/4π epsilon 0 value 9 into 10⁻⁹. കുറച്ച് മുമ്പ് എഴുതി 9 ഇല്ലേ, അത്രയും ന്യൂട്ടൺ എന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചത്?
ഒരു കുളുമ്പിൻ്റെ രണ്ട് ചാർജുകൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സാണ് 9 × 10⁹ Newton. So 1 coulomb is the charge when two 1 coulomb charges are placed 1 meter apart in vacuum, and a force of 9 × 10⁹ will experience in between these two charges. Such charges are 1 coulomb. Such quantity of charge is 1 coulomb. This is the standard definition for 1 coulomb of charge. അതായത് when two 1 coulomb charges are placed 1 meter apart in vacuum, a force of 9 × 10⁹ Newton will experience in between those charges. Such charge have a quantity of 1 coulomb. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, രണ്ട് ചാർജുകൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ചാർജുകൾ 1 മീറ്റർ അപ്പാർട്ടിലായിട്ട് വാക്വത്തിൽ വയ്ക്കുമ്പോൾ എപ്പോഴാണോ 9 × 10⁹ ന്യൂട്ടൺ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ചാർജുകളുടെ വാല്യൂ എന്ന് പറയുന്നത് 1 coulomb ആയിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. when two identical charges are placed 1 meter apart, അങ്ങനെ പറഞ്ഞാൽ മതി. when two identical charges, അങ്ങനെ പറയായിരിക്കും ഒന്നും കൂടി ബെറ്റർ. when two identical charges are placed 1 meter apart in vacuum, and if a force of 9 × 10⁹ Newton will experience in between those charges, then the charge have a quantity of 1 coulomb. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പ് എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടി പറയാൻ എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ലോജിക്കായിട്ടുള്ള ഒരു ഫോമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ഫോർ ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിൻ്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ് എന്നാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ ഇതേപോലെ രണ്ട് ചാർജുകൾ Q1 Q2 എന്ന് പറഞ്ഞ ചാർജുകൾ നമ്മൾ വാക്വത്തിലും നമ്മൾ ഒരു മീഡിയത്തിലും വയ്ക്കുക. വാക്വത്തിൽ ദ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ε0 ആണ്. മീഡിയത്തിൽ വരുമ്പോൾ അത് ε0 ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് μ എന്ന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ε എന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും, സെയിം ഡിസ്റ്റൻസിലാണ് വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്വത്തിൽ ഒരു ഹൈ വാല്യൂ ആയിരിക്കും, ആ മീഡിയത്തിൽ ആ ഫോഴ്സിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, consider two charges placed in vacuum first and then in a medium at same distance. സെയിം ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാക്വത്തിലും വയ്ക്കുക, ആ മീഡിയത്തിലും വയ്ക്കുക. ε0 is the absolute permittivity of the medium, T of medium, and epsilon എന്ന് പറയുന്നത് സോറി ഇത് മീഡിയം അല്ല, ഇത് വാക്വം, മൈ ബാഡ്, absolute permittivity of മീഡിയത്തിൻ്റെയാണ് നമ്മൾ എപ്സിലോൺ എന്ന് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാക്വത്തിലുള്ള ഫോഴ്സ് എന്തായിരിക്കും, നമ്മൾ വെക്ടർ നൊട്ടേഷൻ ഒന്നും വേണ്ട, നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. കാരണം ഇപ്പോൾ മീഡിയം മാറിയെന്ന് വിചാരിച്ചിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറാനൊന്നും പോകുന്നില്ല. ഓക്കെ, എഫ് വാക്വം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0
Q1 Q2 divided by R square. Then F medium, that is equal to 1 by 4 pi epsilon Q1 Q2 by R square. This is 1 and this is 2. 1 by 2 നമ്മൾ ചെയ്യാം. 1 by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ F vacuum by F medium, that is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square divided by 1 by 4 pi epsilon Q1 Q2 by R square. ബാക്കി നമുക്ക് കിട്ടുക എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. ദിസ് റേഷ്യോ if epsilon r or relative permittivity or dielectric constant അതായതപ്പോൾ F vacuum by F medium എന്ന് പറയുന്നതാണ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 that is equal to epsilon r. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഗിവൺ മീഡിയം ഇഫ് ദ റേഷ്യോ ഓഫ് ദ permittivity of the is the ratio of the permittivity of the medium to the permittivity of vacuum. അതായത് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെയും വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെയും റേഷ്യോ കണ്ട റേഷ്യോ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 അതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ഇൻ ബിറ്റ്വീൻ ടു ചാർജസ് ദാറ്റ് പ്ലേസ് അറ്റ് സെയിം ഡിസ്റ്റൻസ് at first in vacuum and then in the medium. അതായത് വാക്വത്തിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെയും മീഡിയത്തിൽ വെക്കുന്നുണ്ടാവുന്ന ഫോഴ്സുകളുടെയും ആ റേഷ്യോ ആയിരിക്കും എൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ മീഡിയം ഈസ് ദ ratio of absolute permittivity of the medium to absolute permittivity of vacuum. വാക്വത്തിൻ്റെ സ്പെല്ലിംഗ് എല്ലാവരും VACCUM എന്ന് എഴുതുന്നല്ല, VACUUM ആണ്. എപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. എനിക്കിപ്പോൾ തെറ്റിക്കണ്ട. VACCUM absolute permittivity of vacuum. ഇതിൽ നിന്നും വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ r ഇൻറ്റു എപ്സിലോൺ 0. എപ്സിലോൺ 0ൻ്റെ വാല്യൂ നമുക്കറിയാം. അതാണ് 8.854 × 10⁻12. എപ്സിലോൺ r എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റാഷണൽ നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1, 1.2, 1.5, 1.7, 1.9, 2, 2.1, 2.5 അങ്ങനെയൊക്കെയാണ് വാല്യൂ വരിക. അപ്പോൾ ആ ഒരു മീഡിയത്തിൻ്റെ ആ ഒരു വാല്യൂ, ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എപ്സിലോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ ശരിക്കുള്ള പെർമിറ്റിവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഒരു 1 കുളുമ്പ് ചാർജും ഒരു 5 കുളുമ്പ് ചാർജും ഇത്ര ഡിസ്റ്റൻസിൽ വാക്വത്തിൽ കീപ്പ് ചെയ്തിരിക്കുന്നു. ഫോഴ്സ് എത്രയാണ് എക്സ്പീരിയൻസ് ചെയ്യുക? ഇതേ സംഗതി, ഇതേ ചാർജുകൾ സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ വേറൊരു മീഡിയത്തിൽ, ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ r ആണ്, അതിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ എപ്സിലോൺ r വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. F vacuum by F medium that is equal to epsilon r, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ F vacuum by epsilon r that is equal to F medium. വാക്വത്തിലുള്ള ഫോഴ്സിനെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പം മീഡിയത്തിലുള്ള ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല. നോക്കിയേ, F vacuum എന്താണ്? 1/4 pi epsilon 0 Q1 Q2 by R square by epsilon r എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എപ്സിലോൺ ആണ്, എപ്സിലോൺ r by 1 എന്ന് കൊടുക്കാം.
റെസിപ്രോക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇതിനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതാണ് എന്ത് എഫ് വാക്വം ബൈ എപ്സിലോൺ ആർ 1/4πε0 ഇൻറ്റു 1/ε എന്ന് പറയുമ്പോൾ വേണ്ട Q1 Q2 ബൈ ആർ. എഫ് വാക്വം എന്ന് പറയുമ്പോൾ 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ ആർ എന്ന് പറയുമ്പോൾ എപ്സിലോൺ ആർ ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1/ε ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എപ്സിലോൺ ആറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക 1/4πε0 ആർ Q1 Q2 ബൈ ആർ സ്ക്വയർ. ε0 എപ്സിലോൺ ആർ ആരാള്? ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. നോക്കിയേ 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം മുമ്പ് എഴുതിയിട്ടുള്ള എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈഡ് ആക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ചില പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് ബിറ്റ്വീൻ 1 microcoulomb and 5 microcoulomb charges 4 meters apart in vacuum. What will be the force if same charge at the same distance suspended in a medium of epsilon r equal to or relative permittivity equal to 2.5. രണ്ട് ചാർജുകൾ 1 microcoulomb and 5 microcoulomb 4 meter apart ആയിട്ട് വാക്വത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതേ സെറ്റപ്പ്, അതായത് സെയിം ഡിസ്റ്റൻസ് ആൻഡ് സെയിം ചാർജസ് ആർ separated or replaced into another medium of relative permittivity 2.5. അങ്ങനെയാണെങ്കിൽ what will be the change in force എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പോലെ കൺവെൻഷനൽ ആയിട്ട് രണ്ടും വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ മുമ്പത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യം നമുക്ക് വാക്വത്തിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. Q1 which is equal to 1 microcoulomb. ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 1 microcoulomb. What is the value for 1 micro? 10⁻⁻6. So that is equal to 1 into 10⁻⁻6 coulomb ആണ് 1 microcoulomb എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, മൈക്രോ ഫോർ 10⁻⁻6, നാനോ ഫോർ 10⁻⁻9, പൈക്കോ ഫോർ സ്മോൾ ലെറ്റർ പീറ്റോ 10⁻⁻12, femto for or femto or fermi 10⁻⁻15, mega for 10⁻6, giga for 10⁻9, tera for 10⁻12, and I think it is peta, capital P, peta for 10⁻15. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് കിലോ for 10⁻3, മില്ലി if 10⁻3. ഓക്കെ, ഈ മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഇത് +1 ഫിസിക്സിൽ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോറി, മൈ ബാഡ്, സെക്കൻഡ് ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അതിൽ പഠിക്കുന്നതാണ് ഈ മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ്. അത് ഇപ്പോഴും പലർക്കും അറിയില്ല. എന്നിട്ട് പിന്നെയും എക്സാമിന് വരുമ്പോൾ മൈക്രോ എത്രയാണ്, നാനോ എത്രയാണ് പിന്നെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അത് പാടില്ല, അത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നാനോ, മൈക്രോ, പൈക്കോ, ഫെംറ്റോ ഒക്കെയും എപ്പോഴും വരുന്നതാണ്. നാനോ എപ്പോഴും വരുന്നതാണ്. ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഒക്കെ നാനോയിൽ വരുന്നതാണ്. മൈക്രോ ഒക്കെ ചാർജിൻ്റെ കേസിൽ വരും. ആൻഡ് ഫാരഡ്, മൈക്രോ ഫാരഡ് ഒക്കെ ആയിട്ട് വരും. കിലോ വരും. ജിഗയും ടെറയൊന്നും അങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ആൻഡ് Q2 that is equal to 5 microcoulomb. As if you look 5 into 10⁻⁻6 coulomb. And the distance R that is equal to 4 meter. Then what is the force? F which is equal to 1/4πε0. Sorry, this is F vacuum. 1/4πε0 Q1 Q2 by R square that is equal to 1/4πε0 നമുക്ക് 9 into 10⁻9 എന്ന് കൊടുക്കാം into 1 into 10⁻6 into 5 into 10⁻6 divided by R square, 4 into square, it is 16. That is equal to 9 into 10⁻9. 1 into 5 എന്ന് പറയുമ്പോൾ 5 into 10⁻6 into 10⁻6 എന്ന് പറയുമ്പോൾ 10⁻12. ഇപ്പോഴും തെറ്റിക്കും. 10⁻m into 10⁻n എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻m+n ആണ്. പലരും 10⁻m into n എന്നൊക്കെ എഴുതി വയ്ക്കും. ബേസ് സെയിം ആയിട്ട് പവറുകൾ ഡിഫറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പവറുകൾ ആഡ് ചെയ്യുക. ഇതൊക്കെ ലോ ക്ലാസ്സിൽ അറിയേണ്ട സംഗതികളാണ്. പലർക്കും അറിയില്ല. അറിയാത്തത് ചിലപ്പോൾ അവർക്ക് പഠിക്കാണ്ടാവും.
കുഴപ്പമൊന്നുമില്ല, ബേസ് മനസ്സിലാക്കി പോവുക. പല പ്രോബ്ലത്തിലും ആൾക്ക് നല്ല തിയററ്റിക്കൽ നോളജൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മാത്തമാറ്റിക്സ് വളരെ വീക്കായിരിക്കും. സ്റ്റേറ്റ് സിലബസിൻ്റെ കുട്ടികൾക്ക് അത് കുഴപ്പമില്ല, CBSEയുടെ കുട്ടികൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാത്ത കാരണം അത് പറ്റില്ല. അത് മാത്രമല്ല നീറ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും അവിടെയും ഇതൊന്നും നമുക്ക് ക്ലാസ് ടേബിൾ വെച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ലോഗരിതം, എക്സ്പോണൻഷ്യൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ മുന്നേ കുട്ടി അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ 5 into 1 10⁻12 divided by 16, that is equal to 9 into 5, that is equal to 45 divided by 16 into 10⁻9 into 10⁻−12. Remember 10⁻9 plus -12, 10⁻9 -12, that is equal to 45 by 16 എന്ന് പറയുന്നത് 45 by 16 16 32 3 13.0 42. അപ്രോക്സിമേറ്റ് നമുക്ക് 2.8, ഒരു പോയിന്റും കൂടി നമുക്ക് ചെയ്യണം. 2.81 into 10⁻³ ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദെൻ എഫ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വാക്വം ബൈ എപ്സിലോൺ ആർ. ആ ഇക്വേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. So 2.81 into 10⁻³ divided by what is epsilon r? ഇവിടെ epsilon r നമുക്ക് വന്നിരിക്കുന്നത് 2.5 divided by 2.5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ന്യൂട്ടൺ ആണ് കിട്ടുക. അത് നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുക, അത്രയും ആൻസർ ആണ് നമുക്ക് കിട്ടുക. അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഐ തിങ്ക് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1.3 into 10⁻³ ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 1.3 or 1.2 അങ്ങനെ വെച്ചിട്ടാണ് വരാമെന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലത്തിലും പിന്നെ കൂളംസ് ലോയും വെച്ചിട്ട് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരിക. ഇത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്, പക്ഷേ ഇങ്ങനെയല്ല. ഒന്നും കൂടി ടഫായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നേ കൂട്ടി കരുതി വെക്കണം. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യനുകളിലൊക്കെ ടഫ്നെസ് കൂട്ടി കൂട്ടി വരികയാണ്. സോ ബി പ്രിപ്പയർഡ്. ഓക്കെ, ഈ പ്രോബ്ലം നോക്കാം. 2 point ചാർജസ് പ്ലസ് 9e ആൻഡ് പ്ലസ് 4e. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തത് -9e പ്ലസ് 4e. രണ്ട് പാർട്ടായിട്ടാണ്, നമുക്ക് ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. -9e പ്ലസ് 4e പ്ലേസ്ഡ് എ ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഈ രണ്ട് ചാർജുകളും എ ഡിസ്റ്റൻസിലായിട്ടാണ് ഇരിക്കുന്നത്. വേർ വിൽ ബി ദ പോയിന്റ് ഇൻ ദ ആക്സിയൽ ലൈൻ വേർ എ പോയിന്റ് ചാർജ് ക്യൂ ക്യാൻ ഫിറ്റ് ഇൻ ഇക്വിലിബ്രിയം. ഈ രണ്ട് ചാർജുകളും ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ എവിടെ വേറൊരു ചാർജ് ക്യൂ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജിന് അട്രാക്ഷനും റിപ്പൾഷനും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റണം, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ പറ്റണം. ആ പോയിന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം, അതിനുശേഷം സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട്, ആ പിക്ചർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സിംബോളിക് ആയിട്ട് നമ്മൾ വരയ്ക്കുക. 9e ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 4e. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എ ഡിസ്റ്റൻസിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഈ രണ്ട് പോസിറ്റീവ് ചാർജുകളാണല്ലോ, ഈ ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ ഈ ചാർജിന് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഈ രണ്ട് ചാർജിന് ഇടയ്ക്ക് ഇരിക്കാൻ പറ്റും. ക്യൂവിന് ഒന്നുകിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പോയിന്റിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ നടുവിൽ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഈ 3 പൊസിഷനാണ് എന്തുള്ളൂ, അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പോയിന്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇതിനിടയിലൊരു പോയിന്റിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ +9 ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് +q ആണ്. ഈ +9 ഇതിനെ ഇപ്പുറത്തോട്ടേക്ക് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. +4 ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വരുമ്പോൾ ഈ രണ്ട് ഫോഴ്സും എന്താവും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആയിപ്പോയി ആ ചാർജിന് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. 2 ഡയമെൻഷൻ കേസിൽ നമ്മൾ പറയുന്നില്ല, നമ്മൾ ആ സിംഗിൾ ലൈനിൽ കൂടെ മാത്രം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇത് എന്ത് ചെയ്യും? ചിലപ്പോൾ മുകളിലോട്ടൊക്കെ താഴോട്ടൊക്കെ പോവും. അത് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അബാക്കസിലത്തെ മണി പോലെ, ആ ഒരു ബീഡ് പോലെ, അതിന് ആ ഒരു 1 ഡയമെൻഷൻ മോഷൻ മാത്രമേ ഉള്ളൂ അതിന് പെർമിറ്റഡ് ആയിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അസ്യൂം ചെയ്യുക. അതൊന്ന് മനസ്സിലായ ഇവിടെ ഇരിക്കുന്ന ഈ ചാർജിന് ഈക്വിലിബ്രിയത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ ലൈനിലല്ലാണ്ട് മുകളിലോട്ടേക്കും താഴോട്ടേക്കും മൂവ് ചെയ്യാൻ തെറിച്ച് പോകുന്നു. പക്ഷെ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു അസംഷൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ വെച്ച് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഇതിന് ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും, +9 അങ്ങോട്ടേക്ക് തന്നെ റിപ്പൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ അതിന് ഇരിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നോട്ട്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് എഴുതി വയ്ക്കുക. വെൻ 2 ചാർജസ് ഹാവ് സെയിം polarity means same sign. അങ്ങനെയാണെങ്കിൽ ദ പോയിന്റ് ഓഫ് ഈക്വിലിബ്രിയം വിൽ ബി ബിറ്റ്വീൻ ദീസ് 2 ചാർജസ്. രണ്ടുപേരും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ്, രണ്ടും സെയിം. പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പൾഷൻ ആയിരിക്കും, നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അട്രാക്ഷൻ ആയിരിക്കുന്നു മാത്രം. അതായത് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചു വലിക്കും, ജസ്റ്റ് ലൈക്ക് ടഗ് ഓഫ് വാർ, വടംവലി പോലെ. അപ്പോൾ അത്രയുള്ള വ്യത്യാസം, എന്നാലും ഇതിനിടയ്ക്ക് തന്നെയായിരിക്കും വരിക. സോ ഇഫ് the charges have same polarity, then the point of equilibrium will be in between the charges. ചാർജിൻ്റെ ഇടയിലായിരിക്കും point of equilibrium വരിക. Then let capital P if the point of equilibrium, capital P ആണ് ആ Q എന്ന് പറഞ്ഞ ചാർജിന് ഇരിക്കാൻ പറ്റുന്ന ആ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്നിരിക്കട്ടെ. ഈ ക്യാപിറ്റൽ P ഇരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും, അതായത് ഇതാണ് നമ്മൾ ഒറിജിൻ പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഇവിടെ നിന്നും ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ടോട്ടൽ എത്രയായിരുന്നു ഡിസ്റ്റൻസ്? എ ഡിസ്റ്റൻസ് അപ്പാർട്ട്. രണ്ട് ചാർജിൻ്റെ ഇടയിൽ നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ. ഇവിടെ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ റിമൈനിങ് ഡിസ്റ്റൻസ്? എ മൈനസ് എക്സ്. ഓക്കെ, സിമ്പിളാണ്, മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ +9, അതായത് ഇതിനെ നമുക്ക് Q1 എന്ന് കൊടുക്കാം, ഇതിനെ Q2. Q1 Qമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. FQ1 that is equal to 1/4πε0 9e. എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? 1.6 × 10⁻⁻19. അപ്പോൾ 9 × 1.6 × 10⁻⁻19 എന്നാണ്. അതവിടെ എഴുതേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കട്ട് ചെയ്ത് പോകും. അപ്പം 9 എന്ന് തന്നെ കൊടുക്കുക. 9 × Q, ആ ചാർജിനെ Q എന്ന് തന്നെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ചാർജസ്? x². ഓക്കെ, രണ്ട് ചാർജുകൾ. അപ്പോൾ ഇതിന്മേ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാണാൻ വേണ്ടി ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുത്തു. ഓക്കെ, ദെൻ FQ2 that is equal to 1/4πε0. Q2 എന്ന് വെച്ച് കഴിഞ്ഞാൽ FQ2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്യും. സോ FQ2 that is equal to 1/4πε0 4e × Q ഡിവൈഡഡ് ബൈ a മൈനസ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അറ്റ് ഇക്വിലിബ്രിയം ഈ രണ്ട് ഫോഴ്സും എന്താവും എന്നാണ് പറഞ്ഞത്? ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ബൈ മാഗ്നിറ്റ്യൂഡ് ഈ രണ്ട് ഫോഴ്സും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അറ്റ് ഇക്വിലിബ്രിയം FQ1 equal to FQ2. So 1/4πε0 9e × Q divided by x², which is equal to 1/4πε0 4e × Q divided by a minus x². E cut Q പോയി, Q പോയി. ബാക്കി നമുക്ക് വന്നിട്ടുള്ളത് 9/x², which is equal to 4/a minus x². ഓക്കെ,
ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല തിരിക്കുക. അപ്പോൾ x² 9 ഈക്വൽ ടു a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 4. ഇനി എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട്, രണ്ട് ഫയലിലും സ്ക്വയർ റൂട്ട് എടുക്കുക. സോ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്, 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, a മൈനസ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് a മൈനസ് എക്സ്, ആ സ്ക്വയർ അങ്ങോട്ട് പോയി ബൈ 2. ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 3a മൈനസ് 3x. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 3x ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 2x പ്ലസ് 3x ഈക്വൽ ടു 3a, 5x വിച്ച് ഈസ് ഈക്വൽ ടു 3a, x വിച്ച് ഈസ് ഈക്വൽ ടു 3a ബൈ 5. വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ 3/5 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-നേക്കാളും കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇത്ര, ഈ ഒരു ലെഫ്റ്റിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ്, ഇത് എ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പം എന്താണ്, ഈ രണ്ട് ചാർജുകളും 1 മീറ്ററിലാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക ഇവിടെ, a ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/5 ഇൻറ്റു 1, 3/5. അപ്രോക്സിമേറ്റ്ലി 3/5 എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.6 ഒക്കെ അടുത്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും 0.6 മീറ്റർ, 60 സെൻറ്റിമീറ്ററിനൊക്കെ ആയിട്ടായിരിക്കും ദിസ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട്. ഇനി അതായത് രണ്ട് ചാർജുകളും ഡിഫറെൻറ്റ് പൊളാരിറ്റി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതെപ്പോഴും അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളൂ. രണ്ട് ചാർജുകളും ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ ഉള്ളതിൽ പൊളാരിറ്റി നോക്കണ്ട, ചെറിയ ആളാരാന്ന് നോക്കുക. ചെറിയ ആളാരാ, പ്ലസ് 4e കുളുമ്പാണ് ഉള്ളതിൽ ചെറിയ ചാർജ്. ഈ 4e കുളുമ്പിൻ്റെ അടുത്തായിരിക്കും, ഇടയ്ക്കല്ല, ഒന്നെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്, ഈ 4e കുളുമ്പിൻ്റെ അടുത്തുള്ള പോർഷനിലായിരിക്കും ദിസ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിന്റ് പി വിൽ ബി ലൈക്ക് ഹിയർ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പൊസിഷൻ. ഇനി ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്ലസ് 4 ഇതിനെ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ശരിയല്ലേ? കാരണം ആ ചാർജ് എന്താ, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. -9e എന്ത് ചെയ്യും, ഇത് -9e ആണ് കേട്ടോ, -9e ഇതിനെ ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യും. രണ്ടും കൂടി ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ 9e -9e ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ 4e ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും, ഇതിൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, R ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ചാർജിൻ്റെ R എന്ന് പറയുന്നത് വലുതാണ്. 1/r² വരുമ്പോൾ എന്ത് ചെയ്യും, ആ വലിയ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാരണം അതിൻ്റെ ഫോഴ്സ് ഇത്തിരി കുറഞ്ഞു. ഇവിടെ ഈ ചാർജിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്താ, കുറവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നതോറും ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടുന്നതോറും ഫോഴ്സ് കുറയും. സോ ആ ഡിസ്റ്റൻസ് വേരി ചെയ്തിട്ടുള്ള കാരണം ഇവിടെ എന്ത് ചെയ്തു, ആ ഫോഴ്സിനെ ബാലൻസ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എപ്പോഴും ചെറിയ ചാർജിൻ്റെ അടുത്തായിരിക്കും ചാർജുകൾ ഡിഫറെൻറ്റ് പൊളാരിറ്റിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പോയിന്റ് ഓഫ് ഈക്വിലിബ്രിയം. സോ ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി എക്സ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ Q1 ഇത് Q2 അത് Q1-ൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്രയായിരിക്കും, ഇതെന്ന് പറയുന്നത് ഇത് എ ഇത് എക്സ്. സോ ടോട്ടൽ എ പ്ലസ് എക്സ്. സോ വാട്ട് ഈസ് എഫ് Q1? നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്ത് വേണ്ട, മൈനസും പ്ലസും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ പ്രോബ്ലങ്ങളിൽ വരുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞു മൈനസും പ്ലസും ഒക്കെ വരുന്നെങ്കിൽ അത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മീൻ ചെയ്യുന്നത്. അപ്പോൾ എഫ് Q1 1/4πε0 Q1 Q/r². Q1 എന്ന് പറഞ്ഞാൽ 9e ഇൻറ്റു Q എന്ന് പറയുന്നത് Q തന്നെ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്, a പ്ലസ് എക്സിൻ്റെ സ്ക്വയർ. എഫ് Q2, ഈ Q2ൻ്റെ ഫോഴ്സ് എന്തായിരിക്കും, 1/4πε0 4e ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഇസ് x square. At equilibrium FQ1 and
FQ2 will be equal and opposite. Equal and opposite. Opposite in the direction will be opposite and the magnitude will be equal. So we are only concerning about its magnitude. So FQ1 equal to FQ2. മുമ്പത്തെ പോലെ തന്നെ FQ1 that is equal to FQ2 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/4πε0 9EQ divided by a plus x whole square, that is equal to 1/4πε0 4EQ divided by x square. 1/4πε0 1/4πε0 പോയി, ഈ q പോയി, ഈ q പോയി, ബാക്കി വന്നിരിക്കുന്നത് 9/a plus x square equal to 4/x square. റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ a plus x whole square by 9 equal to x square by 9. റെസിപ്രോക്കേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? തലതിരിക്കുക. ഇക്വേഷൻ നേരെ എന്ത് ചെയ്തു? നമ്മൾ തകടം മറിച്ചു. അത്രയേ ഉള്ളൂ. a plus x whole square by 9 equal to x square by 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ചെയ്യുക. സ്ക്വയർ റൂട്ട് a plus x divided by 3 that is equal to x by 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2a plus 2x equal to 3x. ഇനി എന്ത് ചെയ്യുക? എക്സുകളതിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. 2xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. 2a that is equal to 3x minus 2x that is equal to x. എന്ന് വെച്ച് കഴിഞ്ഞാൽ x which is equal to 2a എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും 2a ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴാണ്, അതായത് ഈ ചാർജിൽ നമുക്ക് x ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റോടത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ x എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കുക. മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ചാർജിൽ നിന്നാണ് നമ്മൾ x എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ചാർജിൽ നിന്നാണ് നമ്മൾ x എടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പോർഷൻ ആയ കാരണമാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ x അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തായിരുന്നു? അതായിരുന്നു നമുക്ക് x വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും ഇത് തന്നെ. ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകൾക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? അതിൻ്റെ ട്വൈസ് ആയിരിക്കും. വെച്ചാൽ ഇതിൻ്റെ ഡബിൾക്കായിട്ട് ഈ ഒരു പോയിന്റിലായിട്ടായിരിക്കും. നമ്മൾ വരച്ചപ്പോൾ അടുത്ത് കാണിച്ചു എന്നുള്ളൂ, പക്ഷെ വളരെ ഡിസ്റ്റൻസ് നീറ്റായിരിക്കും ഈ പോയിന്റ് വന്നിട്ടുണ്ടാവുക. So x which is equal to 2a. This is the answer. Okay.